പേളി മാണിയെ നിശിതമായി വിമർശിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫും വിവരക്കേടും ബുദ്ധിയില്ലായ്മയും ഒരു തെറ്റൊന്നുമല്ലെന്നും പക്ഷേ നീറ്റ് പോലുള്ള ഗൗരവകരമായ വിഷയങ്ങളിൽ വാ അടച്ചിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നുവെന്നുമാണ് പേളി മാണിയെ വിമർശിച്ച് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. മുമ്പ് നടി മെറീന മൈക്കിളിൻ്റെ വെളിപ്പെടുത്തൽ വൈറലായപ്പോൾ പേളിയെ അനുകൂലിച്ചയാളായിരുന്നു ആലപ്പി അഷ്റഫ്. സംവിധായകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചില വ്യക്തികൾക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് കടന്നുവന്ന് പേരും പ്രശസ്തിയും പണവും നേടിക്കഴിഞ്ഞാൽ പിന്നെ വന്ന വഴി മറക്കും. പിന്നെ ഞാനേതോ വലിയ സംഭവമാണ്, ഞാൻ പറയുന്നതൊക്കെ വേദവാക്യമാണെന്ന ഭാവത്തിൽ മറ്റുള്ളവരോട് പുച്ഛഭാവത്തിലുള്ള സംസാരവും പെരുമാറ്റവും തുടങ്ങും. ഒരാൾ അത്യുന്നതയിൽ എത്തുമ്പോഴാണ് അയാളുടെ മനോഭാവത്തിന് മാറ്റം ഉണ്ടാകേണ്ടത്. അവരുടെ വാക്കുകൾക്ക് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും അനുകമ്പയുടെയും ആദരവിൻ്റെയും സ്ഫുരണം ഉണ്ടാകണം. ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളെ പരമപുച്ഛത്തോടെ കണ്ട് അവരെ ഇകഴ്ത്തി സംസാരിക്കുവാൻ ഒരിക്കലും പാടില്ല. അതാണിപ്പോൾ പേളി മാണിക്ക് സംഭവിച്ചിരിക്കുന്നത്. അനവസരത്തിൽ പറഞ്ഞിട്ടുള്ള ബുദ്ധിശൂന്യമായ ചില അഭിപ്രായങ്ങളും മണ്ടത്തരങ്ങളും കാരണം പേളി മാണി ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അപഹാസ്യ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മികച്ച സിനിമകൾ എടുത്താൽ അതിൽ സിബിയുടെ തനിയാവർത്തനവും കിരീടവും ഭരതവും മുന്തിയ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. സിബി കാലഹരണപ്പെട്ട സംവിധായകൻ അല്ല എന്നറിയാത്ത ഒരാളല്ല പേളി മാണി. എന്നാൽ അവരുടെ ഉള്ളിലെ അഹങ്കാരം മറനീക്കി പുറത്തു വന്നപ്പോൾ അവർ സിബിയെ ആക്ഷേപിച്ചത് പരാജയപ്പെട്ട സംവിധായകനെന്ന് പറഞ്ഞുകൊണ്ടാണ്. തനിക്കെതിരെ ഒരു ശബ്ദം കേട്ടതിലുള്ള അസഹിഷ്ണുതയാണ് ജോയിയുടെ പിതാവായ സിബിയെ കഴിവുകെട്ടവനായി അധിക്ഷേപിക്കാനുള്ള കാരണം. പേളി ഒരുപക്ഷേ ധരിച്ചിട്ടുണ്ടാകും തൻ്റെ ലക്ഷോപലക്ഷം വരുന്ന ഫോളോവേഴ്സ് താൻ പറയുന്ന വളിപ്പുകളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമൊക്കെ കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിൽക്കുമെന്ന്. ഇവിടെയാണ് പേളി മാണിക്ക് അടിയേറ്റത്. ഒറ്റയടിക്ക് 3-4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പേളിയെ വെറുത്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കി. താങ്കൾ അത്ര വലിയ ഒരു കലാകാരിയോ ഒരു മഹാസംഭവമോ ഒന്നുമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. താങ്കൾ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് ചിലർ നൽകിയ പിന്തുണയാണ് നിങ്ങളുടെ അംഗീകാരം. നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ കാഴ്ചവെച്ച നിഷ്കളങ്കതയും പെർഫോമൻസും കണ്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് മെറീന വിഷയം വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പേളിക്ക് അനുകൂലമായി ഒരു എപ്പിസോഡും ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പേളിയെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്. അവർ ആദ്യം മുതലേ പറയുന്നുണ്ട് കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ ചാഞ്ചാട്ടം വരുത്തുന്നയാളാണ് പേളിയെന്നും ഫേക്ക് പേഴ്സണാലിറ്റിയാണെന്നും.